പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇന്ന് ഏപ്രിൽ 22 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ് സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. ഇപ്രകാരം വായിക്കുന്നു: ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. പ്രമേയ അവതരണം കൊണ്ടും വചനവ്യാഖ്യാനം കൊണ്ടും ഏറെ വ്യത്യസ്തമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. അതുകൊണ്ട് തന്നെ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എപ്പോഴും അത്ഭുതവും ജിജ്ഞാസയും ഉളവാക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഓരോ വചനങ്ങളും. അതുകൊണ്ടായിരിക്കാം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളിലെ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും നൽകുന്നത് പോലെയുള്ള ഒരു വിവരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം കാണാത്തത്. അതുകൊണ്ട് യോഹന്നാൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അജ്ഞനായിരുന്നു എന്ന് അർത്ഥമില്ല. ഈ പ്രമേയം വളരെ വ്യത്യസ്തമായി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ അവതരിപ്പിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്നുള്ള സുവിശേഷത്തിൻ്റെ ആമുഖം യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. തുടർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി സ്നാപക യോഹന്നാനും ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന അന്ത്രയോസും, റബ്ബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് എന്ന നിക്കോദമോസും, അങ്ങ് ദൈവപുത്രനാണെന്ന നഥാനിയേലും ഈശോയെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗത്തിൽ നിന്ന് വരുന്നവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നൊക്കെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വചനഭാഗങ്ങളൊക്കെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ ദൂതൻ്റെ അറിയിപ്പോടുകൂടിയാണ് ജനനത്തെക്കുറിച്ചുള്ള വിവരണം നൽകുന്നത് എങ്കിലും യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ കുറേ മനുഷ്യരെയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് നാം മുൻപ് കണ്ട സാക്ഷ്യപ്പെടുത്തലുകളൊക്കെ. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സുവിശേഷ അവതരണത്തിലൂടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുന്ന യോഹന്നാൻ ക്രിസ്തു എന്ന വ്യക്തിത്വത്തിൻ്റെ അവതരണമാണ് ആത്യന്തികമായി തൻ്റെ സുവിശേഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. യേശുവിനെക്കുറിച്ച് കേൾക്കുന്നവരിൽ അത്ഭുതം ഉളവാക്കി അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നതാണ് സുവിശേഷകൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ വിശ്വാസത്തിലേക്കും യേശുവിൻ്റെ ശിഷ്യരുമായി മാറുന്ന കുറേ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് യേശു എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നറിയാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ യേശുവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന കുറേ മനുഷ്യരെക്കുറിച്ചാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതുതന്നെയാണ് ഈശോ പറഞ്ഞിട്ടുള്ളതും
എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈശോയുടെ അടുക്കലേക്ക് ഒരുവൻ വരുന്നത് ഈശോ എന്ന് പറയുന്ന വ്യക്തിത്വത്താൽ ആകർഷിക്കപ്പെട്ടാണ്. യുണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന അതാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അതുല്യത അതാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു സ്വഭാവവും വ്യക്തിത്വവും ഈശോയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനേകർ ഈശോയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ച് ക്രിസ്തു ശിഷ്യരായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം. നമ്മുടെ വ്യത്യസ്ത ശുശ്രൂഷകളും ശുശ്രൂഷാവേദികളുമൊക്കെ ഇത്തരത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം, ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാകണം. ഇന്നത്തെ ലേഖനഭാഗവും ഇതുതന്നെയാണ്. 1 കൊരിന്തോസ് 12:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദാനങ്ങൾ വ്യത്യസ്തതയുണ്ടെങ്കിലും അതെല്ലാം നൽകുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. ഒരേ ദൈവത്തെക്കുറിച്ചുള്ള, ഒരേ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ ദാനങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ ദാനങ്ങളൊക്കെ ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരു പൊതു നന്മയാണ്. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകളും നമ്മളുടെ കർമ്മപദങ്ങളുമൊക്കെ ആത്യന്തികമായി യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാകണം. അത് നമ്മളുടെ തന്നെ വ്യക്തി മഹാത്മ്യത്തിനും നമ്മളുടെ തന്നെ വ്യക്തിത്വത്തെ മറ്റുള്ള കാണിച്ചു കൊടുക്കുവാനുമാണ് നമ്മൾ അതിലൂടെ പരിശ്രമിക്കുന്നത് എങ്കിൽ അവിടെ യേശു എന്ന് പറയുന്ന വ്യക്തിയെ ആരും മനസ്സിലാക്കിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യവും ഈ സുവിശേഷമാണ്. നാം ചെയ്യുന്ന പരോപകാര പ്രവൃത്തികളും കാരുണ്യ പ്രവൃത്തികളുമൊക്കെ നല്ലതാണ്. അവയെല്ലാം ആത്യന്തികമായും ദൈവനാമ മഹത്വത്തിനും ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനുമാക്കി തീർക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മളും ഉന്നതത്തിൽ നിന്നുള്ള ജനനത്തിന് അർഹരായവരാണ്. ആത്മാവിൻ്റെ നിറവ് സ്വന്തമാക്കിയവരാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകത്തിലാണ്, എന്നാൽ ലോകത്തിൻ്റേത് അല്ല. ഇവിടെയല്ല നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരം, പിന്നെയോ സ്വർഗത്തിലാണ് എന്നുള്ള ഒരു സുവിശേഷത്തിൻ്റെ സൂചന. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചല്ല, പിന്നെയോ സ്വർഗത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കുക. അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് പറഞ്ഞത്, അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി എന്ന്. അപ്പോൾ നമ്മളുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഈശോയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് ആയിരിക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും നമ്മൾ അതിന് അനുയോജ്യമുള്ളതാക്കി തീർക്കണം എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റു മനുഷ്യരിൽ നിന്നും ജീവിതശൈലികളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. ക്രിസ്തുവിനെ ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം ഇത്തരത്തിൽ വ്യത്യസ്തമാകുന്നത്. വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന ഒരു സൂചന. നിത്യജീവൻ നമുക്കറിയാം, മരണാനന്തരം നമുക്ക് കിട്ടുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും ധാരണയുണ്ട്. എന്നാൽ ഇന്ന് യേശുവിനോടും അവൻ്റെ പ്രബോധനങ്ങളോടും നാം നടത്തുന്ന വിശ്വാസ അധിഷ്ഠിതമായ പ്രതികരണമനുസരിച്ചായിരിക്കും ഈ നിത്യജീവന് നമ്മൾ അവകാശികളാകുന്നത് എന്ന സത്യം നാം ഒരിക്കലും മറക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നമ്മുടെ വിശ്വാസ ജീവിതം ഏറെ പ്രാധാന്യമുള്ളതാണ്. ആൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ്. ഒട്ടും താമസം കൂടാതെ പെട്ടെന്ന് ഈശോയുടെ വചനങ്ങളോട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നിത്യജീവന് അവകാശികളാവുന്നത് എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് സംഭവിക്കേണ്ടത് ദൈവവചനത്തോടും വിശുദ്ധ കുർബാനയോടുമുള്ള നമ്മുടെ ബന്ധത്തിലും മനോഭാവത്തിലുമാണ്. കാരണം അവയാണ് നമ്മുടെ വിശ്വാസ അധിഷ്ഠിത ജീവിതത്തിന് അടിസ്ഥാനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കാണുന്ന നിത്യജീവൻ്റെ വചനവും നിത്യജീവൻ്റെ അപ്പവും ഈ സൂചനകളിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നിത്യജീവൻ്റെ വചനവും നിത്യജീവൻ്റെ അപ്പവും, വിശുദ്ധ വചനവും വിശുദ്ധ കുർബാനയും. ഇതാണ് ഈ ലോകത്തിൽ നമുക്ക് നിത്യജീവൻ ഉറപ്പാക്കുന്ന 2 സാധ്യതകൾ. അതിനോടുള്ള നമ്മളുടെ മനോഭാവം, വിശുദ്ധ കുർബാനയോടും ദൈവവചനത്തോടുമുള്ള നമ്മുടെ ബന്ധം എന്താണ് എന്ന് നാം ബോധപൂർവം വിലയിരുത്തേണ്ടത് ഏറെ അത്യാവശ്യമാണ്.
വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുക. അതാണ് നമ്മളുടെ സ്വർഗീയമായ ഒരു മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെയാണ്. വചനത്തിന് അനുസൃതമായി നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഉന്നതത്തിൽ നിന്നുള്ള ഒരു ജീവിതത്തിന് സദൃശ്യമായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഉന്നതമായ ചിന്തകളും ബോധ്യങ്ങളും നാം പുലർത്തണം. ഭൗമികമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധാലുക്കളായി നാം ജീവിച്ചാൽ പോരാ. സ്വർഗത്തിന് അവകാശികളാണ് നാം എന്ന ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ കുറച്ചുകൂടെ മെച്ചമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെയും നമ്മുടെ അനുദിന ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉദ്ധിതൻ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം നൽകും. നമ്മുടെ സംശയങ്ങൾ അവൻ മാറ്റും. നമ്മളുടെ അവ്യക്തതകളെ എല്ലാം അവൻ വ്യക്തമായ തെളിമ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ നമ്മളുടെ ജീവിതം യേശുവിനുള്ള സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.